ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും NR കുമരത്തിലേക്ക് സ്വാഗതം. നമ്മളൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കൂടിട്ട് ചെമ്മീനെ പിടിക്കാൻ പോവാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ സൗഹൃദങ്ങൾക്കും NR കുമരത്തിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ തീറ്റയായിട്ടിട്ടാണ് കൂടിനകത്ത് ചെമ്മീൻ പിടിക്കുന്നത്. നമ്മൾ തേങ്ങാപ്പിണ്ണൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്നൊരു വെറൈറ്റിക്ക് നമ്മൾ ചെയ്യുവാണ് തേങ്ങയൊക്കെ ഇട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങ ഒന്ന് പൊറിച്ചെടുക്കാം. കുറച്ച് കട്ടിയുണ്ട്. താഴെ വശത്ത് വരുമ്പോഴേ പോലത്തെ പഴുതായി. അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ പീസായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2 ദിവസത്തോളം കിടന്ന് ഒരു ചീഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് ചെമ്മീൻ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടിനകത്ത് തേങ്ങ ഇടുവാണ്. അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കൂടിനകത്ത് തീറ്റയായിട്ട് തേങ്ങയൊക്കെ പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് ചീഞ്ഞ് കഴിയുമ്പം ഒരു ചെറിയ സ്മെല്ല് വരും. ആ സമയത്താണ് ചെമ്മീനോ കൊഞ്ചോ അല്ലെങ്കിൽ മറ്റു വലിയ മീനുകളൊക്കെ കയറുള്ളൂ. അപ്പോൾ നമുക്കൊരു ചെറിയ കൂടേ ഉള്ളൂ. അതുകൊണ്ട് ഇത് മഴവെള്ളത്തിൻ്റെ സമയം അല്ലെങ്കിൽ മഴയുടെ സമയത്തൊന്നും നമ്മൾ പിടിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇത് ഊത്തപിടുത്തമല്ല. പിന്നെ കുട്ടനാട് മേഖലകളിലൊക്കെ 30-ഉം 40-ഉം കൂടിടുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു കൂടിട്ടുള്ള മീൻപിടുത്തമല്ല. നമുക്കൊരു ചെറിയ കൂടുണ്ട്, പഴയ കൂടാണ്. അപ്പോൾ അതിനകത്ത് എന്ത് മീൻ കിട്ടുന്നു എന്ന് നിങ്ങളെ കാണിക്കാം. അത് തന്നെയല്ല, തോട്ടിൽ ചെറുതായിട്ട് വലവീശുകാർക്ക് ചെമ്മീനും കൊഞ്ചും എല്ലാം കിട്ടുന്നുണ്ട്. വൈകിട്ട് കൊഞ്ച് കുത്തുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കത് മീൻ കിട്ടുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചെമ്മീനുണ്ട് തോട്ടിൽ. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം 2 ദിവസം കഴിയുമ്പം നമ്മൾ കൂട് പൊക്കുമ്പം എന്തെല്ലാം മീനുകൾ കിട്ടുമെന്ന് കാണിച്ചു തരാം. വെള്ളത്തിൽ കിടന്നുണ്ട്. ചൂണ്ടയിട്ട് നോക്കാം. ചൂണ്ടയിട്ട് നോക്കാം. പച്ചക്കറി ചെമ്മീൻ നല്ല വലിയ മീൻ.
അഞ്ചാറെണ്ണം കേട്ടോ. നല്ല അടിപൊളി ചെമ്മീന, കാലൻ ചെമ്മീൻ. നല്ല അടിപൊളി കാലൻ ചെമ്മീനാണ്. പല്ല് കിടക്കുന്നുണ്ട്. എന്നിട്ട് നല്ല അഴുകി ചെമ്മീനുണ്ട്. നമ്മൾ അന്നിട്ട് തേങ്ങ അല്ലടാ അഴുകി. നല്ല സൈസ് ഒരു കൊഞ്ചിനെ കുഞ്ഞാ എങ്ങനെ കാണിച്ചത്. അങ്ങനെ നമുക്കൊരു കൊഞ്ചിന്റെ കുഞ്ഞൂടെ കിട്ടിയിട്ടുണ്ട്. ചെറുതാണ്, അടിപൊളി. ഞാനത് ചെമ്മീനാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ചെറിയ കൊഞ്ചിന്റെ കുഞ്ഞാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ മീനുകളാണ്. അത്യാവശ്യം ചെമ്മീനുണ്ട്, അതുപോലെ കുറുവപ്പരലുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിനെ വാലക്കോടിയും പരലെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചെമ്മീനുണ്ട്, അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണ്, കാലൻ ചെമ്മീനൊക്കെ പറയും നമ്മൾ. അതുപോലെ ഇന്ന് കിട്ടിയ ഒരു കൊഞ്ചാണ്. അതിൻ്റെ കാല് കാണുമ്പോൾ തന്നെ അറിയാം ഇത് തീരെ ചെറിയ കൊഞ്ചാണ്. പിന്നെ നമ്മൾ എന്തായാലും ഇതിനെ വിടുന്നില്ല, നമുക്ക് അങ്ങനെ അധികം കൊഞ്ചൊന്നും കിട്ടാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കൊഞ്ചിനെ നമ്മൾ വിടുന്നില്ല. എന്തായാലും ഇതുപോലുള്ള വ്യത്യസ്തമായ ഫിഷിംഗ് വീഡിയോസുമായി വീണ്ടും കാണാം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലേക്ക് കൊണ്ട് എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇതിലും കിടിലൻ പവർ വീഡിയോസുമായി അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ നിതിൻ ദാസ്, NR വ്ലോഗ്സ് കുമരകം. ബൈ.